അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലെ ഓരോ നിമിഷങ്ങൾ കൂടുമ്പോഴും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കാട്ടുതീ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുകയാണിപ്പോൾ അഗ്നിശമന സേനാംഗങ്ങൾ. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തത് അമിത ഉപഭോഗവും ഭൂഗർഭ ജലവിധാനത്തെ ബാധിക്കുമെന്ന ഭരണകൂടത്തിന്റെ ആശങ്കയാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. തീപിടുത്തമുണ്ടായ പല പ്രദേശങ്ങളിലെ വാട്ടർ ഹൈഡ്രേറ്റുകളിൽ വെള്ളം തീരുകയുണ്ടായി. ഇതിനെ തുടർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രാദേശിക ഭരണകൂടങ്ങൾ. പ്രദേശത്ത് പടർന്നു പിടിച്ച തീ അണയ്ക്കാൻ ആവശ്യമായ വെള്ളമില്ലാത്തത് ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ലോസ് ഏഞ്ചൽസ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. മാത്രമല്ല, നിലനിൽക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ലോസ് ഏഞ്ചൽസിൽ ഉടനീളം വീശിയടിക്കുന്ന തീവ്രമായ കാറ്റ് കാട്ടുതീയെ കൂടുതൽ അപകടകാരിയാക്കി മാറ്റുകയാണ്. കുറഞ്ഞത് 16 പേർ മരിക്കുകയും 12,000-ലധികം കെട്ടിടങ്ങൾ കത്തിനശിക്കുകയും ചെയ്തതായി അധികൃതർ പ്രധാനമായും വെളിപ്പെടുത്തുകയും ചെയ്തു. ലോസ് ഏഞ്ചൽസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാട്ടർ ആൻഡ് പവറിന്റെ കണക്കുകൾ അനുസരിച്ച് ഓരോ 15 മണിക്കൂറിലും വെള്ളത്തിന്റെ ഉപഭോഗം 4 മടങ്ങ് വർദ്ധിക്കുന്നതായിട്ടാണ് കണ്ടെത്തൽ. അതിനാൽ മേഖലയിലെ ഒരു ജലസംഭരണി അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടതും പ്രതിസന്ധി കാര്യമായി കൂടുന്നതിന് കാരണമായിട്ടുണ്ട്. ഇതിനോടകം 23,000 ഏക്കറോളമാണ് പ്രധാനമായും കത്തിനശിച്ചത്.